നമസ്കാരം ഗൈസ്. കഴിഞ്ഞ 19-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് വ്ളോഗ് വന്നത്. ഇന്ന് 11-ാം തീയതിയായി മാർച്ച്. ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ വ്ളോഗ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസി ആയിരുന്നു. എനിക്ക് 2-3 പ്രൊജക്ട്സ് ഒന്നും കിട്ടി. അപ്പോൾ അതിൻ്റെ ജോലി തിരക്കിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബിൽ അങ്ങനെ പൈസ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളുടെ വീട് നടത്തുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം വേണം. അപ്പോൾ ഇങ്ങനെ ഈ ചെറുതായിട്ടാണ് എനിക്ക് ചെറിയ ഫ്രീലാൻസ് വർക്കൊക്കെ കിട്ടണത്. അപ്പോൾ അത് കിട്ടുമ്പോൾ അത് വിടുന്നത് നല്ലതല്ലല്ലോ. കാരണം നമ്മളുടെ മെയിൻ ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകും അതാണ് നോക്കേണ്ടത്. ഓഫ് കോഴ്സ് യൂട്യൂബ് ഞാൻ വിട്ടിട്ടില്ല, അത് ഇപ്പോഴും തുടരാൻ പോണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പറഞ്ഞാൽ ലെപ്പേർഡ്സ് ട്രെയിൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ ബൈക്കിംഗ് അങ്ങ് തുടങ്ങാൻ പോണ്. നമ്മൾ കറങ്ങാൻ പോണ് ഓരോരോ സ്ഥലങ്ങൾ. ഇന്നത്തെ ഞാൻ ആക്ച്വലി പോണെന്ന് വിചാരിച്ച് കുറച്ച് നാളായി. അപ്പം മിനിയാന്ന് എൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കുറച്ച് വെബ്സൈറ്റ് ഡിസൈനിങ് ഒക്കെ ഉണ്ട് ഓരോരോ ക്ലയൻസിൻ്റെ. അപ്പോൾ അതും കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, ഇന്ന് വൈകുന്നേരം വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് കിട്ടി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പോകാം. പിന്നെ പാമും യാവനും ഇവിടെ ഇല്ല, അവർ മണിപ്പൂരിൽ പോയിരിക്കുന്നു. അവളുടെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല, എന്നെയും വിളിച്ചിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ അറ്റ് ദിസ് വെരി മൊമെൻറ്റ്. കാരണം ഈ പണി കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലെപ്പേർഡ്സ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഹരിയാനയിലുള്ള ഒരു സ്ഥലമാണ്. നല്ല ബൈക്ക് റൈഡ് ചെയ്യാനും ബൈക്കിംഗ് ട്രെയിലിന് പറ്റിയ സ്ഥലമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിൻ്റെ കുറേ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നമുക്കൊന്നൊന്ന് പോവാം. അപ്പോൾ ഇതെൻ്റെ ലോങ്ങസ്റ്റ് ട്രിപ്പായിരിക്കും ഇതുവരെ ഞാൻ ചെയ്തിരുന്നു പറഞ്ഞാൽ ഡൽഹിയുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ നമ്മൾ ഡൽഹി കടന്നിട്ടാണ് ഇത് പ്രാവശ്യം പോകുന്നത്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, കുറച്ച് അഡ്വഞ്ചറും ആയിക്കോട്ടെ. എനിക്ക് അറിഞ്ഞൂടാ റോഡിൽ നമ്മൾ എന്തൊക്കെ കാണാൻ പോകുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, സോ ഐ ആം ഗോയിങ് ടു റെക്കോർഡ് കപ്പിൾ ഓഫ് മൈ വീഡിയോസ്. ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് ഒരെണ്ണം മേടിച്ചു, നല്ല വില കുറവിന് കിട്ടി എനിക്ക്. പിന്നെ പ്ലസ് മൊബൈൽ ഹോൾഡറും ഹെൽമെറ്റിൻ്റെ കിട്ടി. അപ്പോൾ നമുക്കത് നന്നായിട്ട് റെക്കോർഡും ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിൽ വ്ളോഗിങ് ചെയ്തില്ല വണ്ടി ഓടിക്കുന്നത്. കാരണം ഞാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓണർ അടിയിൽ എന്നെ കണ്ടു ഹെൽമെറ്റൊക്കെ ആണത്. അപ്പോൾ ആളെന്തോ പറഞ്ഞു അവൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മോട്ടോർ വ്ളോഗ് ചെയ്തിട്ട് അവനെ പിടിച്ചു, എന്നിട്ട് അവർക്ക് 1000 രൂപ ഫൈനൊക്കെ അടിച്ചു മാത്രം. അപ്പോൾ ഈ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മൊബൈൽ വയ്ക്കുന്നതോ ക്യാമറ വയ്ക്കുന്നതൊക്കെ ഇപ്പോൾ അത് അലൗഡ് അല്ല, അതിനവർ ഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാനത് ഡൽഹിയിൽ മാറ്റി. ഹെൽമെറ്റുമ്പോൾ അവർ ഇവനിന്നെ മൊബൈൽ ഹോൾഡറിനെ കണ്ടാലും അവർ പിടിക്കും. അപ്പോൾ നമ്മൾ ഹരിയാനയിലെത്തി. ഹരിയാനയിൽ ഗുരുഗ്രാം എന്ന് പറഞ്ഞൊരു സിറ്റിയാണത്. ഗുരുഗ്രാമിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഗുരുഗ്രാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോർത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആവുന്ന ഒരു സിറ്റിയാണത് ഹരിയാനയിൽ. അപ്പോൾ ബേസിക്കലി ഗുരുഗ്രാം ഒരു ദുബായ് മാതിരി ആക്കാനുള്ളൊരു സെയിം സെറ്റപ്പാണ് ഇതൊക്കെ. ഇത് തന്നെ കണ്ടില്ലേ, ക്ലെൻലിനെസ് ഒക്കെ കണ്ടില്ലേ ഇവിടുത്തെ, പ്ലസ് ഈ റോഡിൻ്റെ ഗ്രീനറി അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഗുരുഗ്രാം അവർ ചെയ്യണം. ഞാനിപ്പോൾ ഇതിട്ടുണ്ട് മൊബൈൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ പേടിയുണ്ട്. എന്നാലും നമുക്ക് വ്ളോഗിങ് ചെയ്യാൻ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ ഇവിടെ ഹരിയാനയില്ല. പറയാൻ പറ്റില്ല ഇവന്മാരൊന്നും. കാരണം കുറേ വ്ളോഗേഴ്സ് ഈ പോലീസുകാർ ആവശ്യമില്ലാണ്ട് ഫൈൻ അടിക്കണമൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിരുന്നു അവർ എനിക്ക് തോന്നുന്നു ഇതാക്കിയത്. Anyways, we will continue with our vlog. So we are going to Leopard's Trail. Basically ഇത് ബൈക്കേഴ്സിൻ്റെ ഒരു സ്ഥലമാണ്. സാധാരണ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ 2:30-3 മണിയായി. 1.5 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 46 മിനിറ്റ് കൂടി ഉണ്ട് ഡ്രൈവ്. ഹരിയാനയിലെത്തിയപ്പോൾ ഞാൻ പിന്നെയും നമ്മുടെ മൊബൈൽ സെറ്റപ്പ് ചെയ്തു. കുറച്ചുകൂടി നമുക്കൊന്ന് മോട്ടോർ വ്ളോഗ് എടുക്കാം. പിന്നെ അതേ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അടുത്തിവിടെ ഫുള്ള് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടല്ലേ. ലെഫ്റ്റ് സൈഡിൽ ഇതെല്ലാതും അടിച്ച് പൊളിച്ച് കുറേ വീടുകളും ഷോപ്പൊക്കെ ഉണ്ടായിരുന്നാണ് ഈ ഭാഗത്ത്. ഇതാണ് ബുൾഡോസറിൻ്റെ ഇത് എന്താണ് ജെ സിയാണ് എന്തുകൊണ്ടല്ല വെറുതെ ബുൾഡോസറിൻ്റെ പറയണത്. അത് വെച്ചിട്ട് കേട്ടോ ഇതൊക്കെ അടിച്ച് പൊളിച്ച് റോഡുണ്ടാക്കിയാണ്. ഈ കച്ചറയിൽ കൂടെ ഒക്കെ അവർ എടുത്ത് കളയും. അതിൻ്റെ കൂടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഷോപ്പും വീടും ഭയങ്കര സ്ട്രിക്റ്റാണ് ഇത്. ഇവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോരോ സ്റ്റേറ്റും നമുക്കൊരു കോമ്പറ്റീഷനിൽ നടത്തും.
ഫുള്ള് കള്ള് ഷോപ്പുകളാണ് കേട്ടോ. ഇതുണ്ടോ ലിക്കർമാർ. സ്കൂബിഡു ക്ലബ് BYOB എന്ന് വെച്ചാൽ ബ്രിങ് യുവർ ഓൺ ബൂസ്. മോനെ വേറൊന്നും. ഇതിനെ ഇങ്ങോട്ടേക്കാണ് കയറ്റണം. ആ ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പം നമുക്ക്. മിനിറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാ പോകണ്ട. കണ്ടോ ഇവിടെ ബൈക്കേഴ്സ് കണ്ടോ. ഓക്കെ ഗായ്സ്, എനിക്കൊന്ന് ദിസ് ഈസ് ദി ലെപ്പേർഡ് ട്രെയിൽ. ഇവിടെ ഒരു ബൈക്കർ പോയി പോണം. ആ ഫുള്ള് ബൈക്കിംഗ് സൂട്ടും ഇതൊക്കെ ഇട്ടിട്ടാണ്. വെയിൽ കുറച്ചൊന്ന് പോയി, നല്ല സുഖമുണ്ട്. ഇപ്പം അതൊക്കെ ഭയങ്കര ചൂടായിട്ട് തോന്നുന്നു. എല്ലാ ഇതൊക്കെ കിട്ടുന്ന വെച്ചാൽ എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര വിശപ്പ്. ബ്യൂട്ടിഫുൾ മല കണ്ട. അപ്പോൾ ഈ ഭാഗങ്ങൾ ഫുള്ള് മലകൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ലെപ്പേർഡ്സ് ട്രെയിൽ ഈ ഭാഗമൊക്കെ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ ഇവിടെ ലെപ്പേർഡ്സ് ട്രെയിൽ വിളിക്കാൻ കാരണം അറിഞ്ഞൂടെ എന്താണ് പേര്. പക്ഷേ ലെറ്റ്സ് പോളോ ക്ലബ് ഉണ്ടെന്ന് 1 കിലോമീറ്റർ. ആ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് മാതിരി കൃഷി. അയ്യോ അവിടെ പക്ഷേ റോഡ് ബ്ലോക്ക് ആയിരുന്നല്ല. അവർ കാണിച്ച റോഡ് അനുസരിച്ചിട്ട് അവിടെ വേറൊരു റോഡ് കാണിക്കുന്നില്ല. തിരിച്ചു വരാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നിർത്തിയിട്ട് വഴി നോക്കേണ്ടി വരും. ഡക്സ് ആൻഡ് ഡോഗ്സ് കഫേ, പാരാമോട്ടറിങ്. ഇതാണ് നമ്മൾ കണ്ടത്. പാരാമോട്ടറിങ്, പ്യുവർ ഫാംസ്, ഹോളി പൂൾ പാർട്ടി. ഈ ഭാഗത്താണ് നമ്മൾ പോയത്. റോങ് റോഡ് എടുത്താണ് നമ്മൾ. അപ്പം ഈ റോഡിൽ കുറേ ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മൾ. ബൈക്കിങ്ങിന് പറ്റിയ സ്ഥലം കണ്ട. റോഡ് കണ്ട. ശിവ് മന്ദിർ. ഫുള്ള് കൃഷിയാട്ടോടെ. ഇത് കണ്ട.
നല്ല അടിപൊളി റോഡല്ലേ. എന്താ മോനെ മലകളൊക്കെ. മതിയായി. ഞാനിവിടെ വന്നത് ഒരു ഇതായിട്ട് തന്നെയാണ് ബേസിക്കലി. ഞാൻ വിചാരിച്ചു ഒന്നും കാണാൻ പറ്റില്ല അത്, പക്ഷേ ഇത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രൈവ് ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. പാരാമോട്ടറിങ് നിയർ ബൈ. ഇവിടെ ഒരു പൊറാട്ട ഇത് വെക്കുന്നുണ്ട്. ചില്ലി പൊട്ടാറ്റോ ഫാസ്റ്റ് ഫുഡ്. ബൈക്കേഴ്സ്. ഇതൊക്കെ പുതിയ ടാർ പെട്ടത്. പഞ്ചർ ഇറക്കില്ല. സ്കൂൾ കുട്ടികൾ. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മേ.
ലെപ്പാർഡ് ട്രെയിൽ കഫേ, ഇവിടേക്ക് നമുക്ക് പോവാം. കുറേ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇവിടെ കഫേ കിട്ടിയത് അവിടെയാണ്. ഇത് ഓഫ് റോഡിങ് ആണ്. ഷ്രോട്ടിൽ No alcohol allowed. No problem. We don't need alcohol. No loud music, no drifting. പട്ടിയൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഞാൻ ഇത്ര നേരം ഡ്രൈവ് ചെയ്തിട്ട് എത്തിയത് ഷ്രോട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ആരുമില്ല, കാരണം ഇന്ന് വീക്ക് ഡേ ആണല്ലോ. ഞാൻ വീക്കെൻഡില്ലാതെ വരാണ്ടിരുന്നത്. വീക്ക് ഡേയിൽ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സമാധാനമായിട്ടിരിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പാട്ടൊക്കെ കളിക്കുന്നുണ്ട്, പിന്നെ കോഴിയുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു. എൻ്റെ ആദ്യത്തെ ബൈക്ക് ഇതായിരുന്നു, യമഹ RX100. സെയിം കളർ, സെയിം മോഡൽ. കോഴിയുടെ ഒച്ച കേട്ടവനെ. ഇതായിരുന്നു ഞാൻ ദുബായിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചിരുന്ന എൻ്റെ ബൈക്ക്. എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്ന ബൈക്ക്. എന്താ വണ്ടി എന്നറിയത്, അടിപൊളി വണ്ടിയത്. പൂവൻകോഴി പച്ചെടുക്കടാ. ഇതൊരു ഫാം ഹൗസാട്ടോ, അടിപൊളി സ്ഥലം. ഇത് ആ കാണുന്നില്ല, അത് ആ കാണാനാണ് ഇവിടെ സ്റ്റേക്കേഷനുള്ള റൂമൊക്കെ. അത് 1800 രൂപയാണ് ഇവിടെ ഒരു നൈറ്റിന്, സീസണിൻ്റെ സമയത്ത്. ബേസിക്കലി നിങ്ങൾ വില പേശി അവർ തരും, സീസൺ അല്ലാത്ത സമയത്തൊക്കെ അവർ വില കുറവിനവർ തരും. ഇവിടെ ഒരു വണ്ടി കാണിച്ചത് ചെറുത്, ഇതൊക്കെ ഇതൊക്കെ ഓരോന്ന് പറയുന്ന ഒരു മേടിച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല മാസ്റ്റർ പീസ് ഡേർട്ട് ബൈക്സ് അതുകൊണ്ട് ഇവിടെ. ഇത് 2 ഉണ്ട്, ഒരെണ്ണന്തേ ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാനൊന്നും മുഖം കഴുകി ഫ്രഷായി. ഞാൻ ടവലെടുക്കാൻ മറന്നു, അപ്പോൾ അതുകൊണ്ട് തുറയ്ക്കാനുള്ളൊരു യാതൊരു വഴിയില്ല. ഇതൊക്കെ പോളിസ്റ്ററാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അവനോട് സംസാരിച്ചു. അവനായിരുന്നു ഓണർ കൊടുത്തത് അവിടെ ഉള്ളത്, ആ ചെക്കൻ. അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞാൽ ഇതിപ്പോൾ സീസണല്ല സമയത്തൊക്കെ 1000-1500 റുപ്യക്കൊക്കെ ഇവിടെ ഒരു 1 നൈറ്റ് സ്റ്റേ അവർ കൊടുക്കാറുണ്ട് അത്ര. സീസണുള്ള സമയത്തൊക്കെ 3000-3500. പിന്നെ Airbnb-യിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. Airbnb-യിൽ 3000-3500 അങ്ങനെ കിട്ടും. നിങ്ങൾ ഡയറക്റ്റ്ലി വന്നിട്ട് ഓണറിനോട് സംസാരിക്കുന്നത് വെച്ചാൽ 1000-1500 ബിസി അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒരു മസാല ചായ ഓർഡർ ചെയ്തു, നമ്മുടെ നാടൻ ഗ്ലാസ്. പിന്നെ ഒരു ആലു പൊറോട്ട ഓർഡർ ചെയ്തു. എൻ്റെ സൈസ് നോക്കിയാൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഓർഡർ ചെയ്ത് ആലു പൊറോട്ട നല്ലൊരു ബട്ടർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം. പ്ലസ് അവരുടെ മസാലയുണ്ട്, പിന്നെ അച്ചാറുണ്ട് അതിൻ്റെ ഒപ്പം. നല്ല അടിപൊളി ഗാജറിൻ്റെ അച്ചാർ. ഇത് നോർത്ത് ഇന്ത്യയിലെ ടിപ്പിക്കലി അവർ കഴിക്കണത് ഇങ്ങനെയാണ്. ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ പോലെ. നല്ല ചൂടോടെ ഫ്രഷ്. അപ്പോൾ ബേസിക്കലി നല്ലൊരു ഡ്രൈവായിരുന്നു അത്. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഇത്രയും ദൂരമുള്ളൊരു ട്രിപ്പ് ഞാൻ ആദ്യമായിട്ട് എടുത്തത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1.5 hours ഞാൻ ഡ്രൈവ് ചെയ്തു. ഗുരുഗ്രാം എന്ന് പറഞ്ഞ ഏരിയയിലെത്തി. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പൊന്നും എടുത്തില്ല ഇതിൽ, പക്ഷെ ഇങ്ങനെ സ്ലോലി നമുക്ക് ഓരോരോ ട്രിപ്പ് തുടങ്ങണം.
ബേസിക്കലി ഈ ബൈക്കിൽ വെച്ചിട്ട് തന്നെ. എനിക്കറിയാം ഇതൊരു ക്രൂസർ ബൈക്കല്ല, പക്ഷെ എന്നാലും നമ്മൾക്ക് എന്താണ് പറയുക, നമ്മളുടെ ബൈക്കിംഗ് ജേണി, മോട്ടോ വ്ളോഗ്, അങ്ങനത്തെ ട്രാവലിംഗ് ജേണീസ് തുടങ്ങുന്നത് വെച്ചാൽ ഈ ബൈക്ക് മതി. മനസ്സിലായില്ലേ? അധികം അതിനും മുകളിലൊന്നും വേണ്ട. ഭക്ഷണം നന്നായിരുന്നു, വിശപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5-5:15 ഇനി എത്തുമ്പോഴത്തേനും ഒരു 6-7 മണിയാവും. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇനി മുതൽ നമ്മൾ വ്ളോഗ്സ് കണ്ടിന്യൂ ചെയ്യാം ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് എനി അതർ വർക്ക് ഇൻ ബിറ്റ്വീൻ. സോ സോറി, ഞാൻ ഇത്രയും നാൾ വ്ളോഗ് ചെയ്തില്ല, പണിയുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഒന്നും തോന്നരുത്. പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ, and if you like this vlog, please like it, share it, and don't forget to subscribe to my channel also. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൈസ്. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ളോഗ്. നമുക്ക് പോണ വഴിക്ക് കുറച്ചും കൂടി വീഡിയോസ് ഒന്ന് എടുക്കാം, പ്ലസ് കുറച്ച് ഫോട്ടോഗ്രാഫ്സും കൂടി ഒന്ന് എടുക്കാം. ഓക്കെ, ബൈ.